ഡോക്ടർ ആ വഴിക്കല്ലേ ഹോസ്പിറ്റലിൽ പോന്നെ. അപ്പോ ഒന്ന് നോക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവരുടെ ഗോഡൌണിൽ പോയി നോക്കി. നോക്കിയോ? പത്മ പറഞ്ഞതുപോലെയല്ല. ആ ഗോഡൌൺ ഇപ്പോ ഒരു തിരക്കുള്ളൊരു ഫാക്ടറിയാ. എന്നാല് ഈയിടെ എങ്ങനെ ആക്കിയതായിരിക്കും ഡോക്ടർ? എന്തായാലും ജഗന്നാഥനൊന്നും അവിടെ ഇല്ല. അയാൾ അവിടെ ഒന്നും പൂട്ടിയിടാനുള്ള സൗകര്യവുമില്ല. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതല്ലേ. വീണ്ടും അയാൾ എന്തിനാ അവരുടെ വായിച്ചെന്ന് ചാടിയത്? പിടിച്ചകത്താക്കാൻ പുറകെ നടക്കുകയല്ലേ ഡോക്ടർ? എന്താ ഇത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇതിനൊക്കെ പോലീസ് കംപ്ലൈന്റ് ചെയ്യണം പത്മേ. വെറുതെ പോലീസ് കേസ് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർ. ഒരു പ്രയോജനവും ഇല്ല. എന്റെയും ജഗന്നാഥേട്ടന്റെ ശത്രുക്കള് എന്റെ ഭർത്താവായിരുന്ന ആളുടെ ബന്ധുക്കള് തന്നെയാ. അവരുടെ പേരിൽ ഞാൻ കേസ് കൊടുത്താ അതിനുള്ള തെളിവ് എവിടെയെന്ന് അവര് ചോദിക്കും. ഞാൻ എവിടുന്ന് തെളിവ് കൊടുക്കാനാ? ഹസ്ബൻഡ് ആയിരുന്ന ആള് പ്രതാപ് വർമ്മയല്ലേ? അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണല്ലോ എന്റെ അറിവ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യൻ തന്നെയാ. നല്ല മനുഷ്യർക്കാർക്കും ഭാര്യയെ തെറ്റിദ്ധരിച്ച് ഉപേക്ഷിച്ചൂടെ? പണ്ട് വാനരസേനകളാ കാട്ടുതീ ഊതി പിടിപ്പിച്ചത് സീതയെ അഗ്നിശുദ്ധി വരുത്താൻ. എനിക്കും അഗ്നിശുദ്ധി വരുത്തണം. അതിന് ആ ജഗന്നാഥേട്ടൻ വേണം. 10 ദിവസമെങ്കിലും 10 ദിവസം എനിക്കെന്റെ മകളോടൊപ്പം ജീവിക്കണം. ഞാനൊരു കളങ്കമുള്ള അമ്മയാണെന്ന് എന്റെ മകൾക്കൊരു ധാരണ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. പത്മ വിഷമിക്കാതിരിക്കെ. കാലമല്ലേ എല്ലാത്തിനും സാക്ഷി. കരഞ്ഞു തളരുന്നവരെയൊക്കെ ചിരിപ്പിക്കാതെ അവൻ വിടില്ല. പത്മ കാത്തിരിക്കെ. എന്റെ അന്വേഷണം ഞാൻ തുടരാം. പത്മ വിഷമിക്കാതിരിക്കെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പൂപ്പന്റെ ഫോണാ. ആ ഫോണിനൊന്നും പറ്റല്ലേ ദൈവമേ. ഞാൻ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചോളാമേ. എനിക്ക് ഗെയിം കളിച്ചില്ലെങ്കിലും വേണ്ട. അപ്പൂപ്പന്റെ ഫോൺ നന്നാക്കി കൊടുക്കണേ. ചക്കര ഒറ്റയ്ക്ക് നിന്നോണ്ട് എന്താ പിറുപിറുക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മേ. മോളിങ്ങോട്ട് വന്നേ, അച്ഛമ്മ ചോദിക്കട്ടെ. വാ മോൾ അവിടെ ഇരി. മോളോട് അച്ചമ്മയ്ക്ക് സ്നേഹക്കുറവുണ്ടായിട്ടല്ല. മോളെ അച്ചമ്മയ്ക്ക് വലിയ ഇഷ്ട. പക്ഷെ നിന്റെ അച്ഛനെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അതച്ഛമ്മയുടെ മോനല്ലേ? അല്ല, അവൻ എന്റെ മകനേ അല്ല. ഞാൻ പ്രസവിച്ചതൊക്കെ തന്നെ. പക്ഷെ എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായി ഇങ്ങനെ ഒരു മോൻ. അവൻ എന്റെ മോനേ അല്ല. ഇതൊന്നൊന്ന് കഥകളിയാ. അകലേ നോവിനാലേ